ഹലോ എവരിവൺ, എല്ലാവർക്കും KS മെന്ററിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് നമ്മുടെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകളെ കുറിച്ചിട്ടാണ്. ഒരു കാര്യം പറയാം, നമ്മളിപ്പോൾ ഡിഗ്രി പ്രിലിംസിന് വേണ്ടി എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്, വെയിറ്റ് ചെയ്യാണ്, നിങ്ങൾ എല്ലാവരും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം. അപ്പോൾ നമ്മുടെ കറന്റ് നമ്മുടെ ടെലഗ്രാം ചാനൽ KS മെന്റർ ടെലഗ്രാം ചാനലിൽ 100 ഡേയ്സ് സ്റ്റഡി പ്ലാൻ പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ടെന്ന് അറിയാം. ഇനിയും പഠിച്ചു തുടങ്ങാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കറന്റ് നടക്കുന്ന ടെസ്റ്റുകൾ PYQ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ കറണ്ട് അഫെയറും അപ് ടു ഡേറ്റ് ആയിട്ട് പോകാൻ ശ്രമിക്കുക. എല്ലാം തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഒരു ടൈം ടേബിൾ പോലെ ആക്കിയിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും തന്നെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകളെ കുറിച്ചിട്ട് പഠിക്കാം. അപ്പോൾ നമുക്കറിയാം ഈ അവാർഡ്സ് എന്ന ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഏതൊരു എക്സാം എടുത്തു കഴിഞ്ഞാൽ അതിപ്പോൾ 10th ആയിക്കോട്ടെ, 12th ആയിക്കോട്ടെ, അതേപോലെ തന്നെ ഡിഗ്രി ലെവൽ എക്സാമുകൾ ആയിക്കോട്ടെ, ഏതൊരു എക്സാമിനും വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് നമ്മുടെ അവാർഡ്സ് എന്ന് പറയുന്നത്. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അവാർഡാണ് നമ്മൾ ഈ വർഷം നമുക്ക് 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ഈ ഒരു 2026 പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്കറിയാം നമ്മുടെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ 24 ഭാഷകളിൽ കൊടുത്തു വരുന്ന ഒരു അവാർഡാണ്. അപ്പോൾ നമുക്കറിയാം ഈ ഭാഷാ വൈവിധ്യം, നമ്മുടെ ഇന്ത്യയിലെ ഭാഷാ വൈവിധ്യത്തിന്റെ ആ ഒരു ആഴം തന്നെ നമുക്ക് ഈ ഒരു അവാർഡിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ പുരസ്കാരത്തെ കുറിച്ച് ഒന്ന് ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പുറകിലെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം അല്ലെ. എന്താണ് അവാർഡ്, അല്ലെങ്കിൽ ഈ വർഷം ലഭിച്ചത് ആർക്കാണ് എന്നതിലുപരി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 24 ഭാഷകളിലെ മികച്ച കൃതികൾക്കാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നൽകി വരുന്നത്. പക്ഷേ ഇതെന്തല്ല, ഒരു ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് അല്ല എന്നുള്ളൊരു പ്രധാനപ്പെട്ട പോയിന്റ് നമ്മൾ ഓർത്തിരിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് അല്ല എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പൊ ലാസ്റ്റ് കഴിഞ്ഞ 5 വർഷത്തെ മികച്ച സംഭാവനകൾ കണക്കിലെടുത്തുകൊണ്ടായിരിക്കും ഈ ഒരു കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നൽകുന്നത്. ആ ഒരു കാര്യവും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ നോക്കുകയാണെങ്കിൽ എന്നാണ് ഈ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നൽകി വരുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആരംഭിച്ചത് അല്ലെങ്കിൽ സ്ഥാപിതമായത് എന്നാണെന്ന് നോക്കുകയാണെങ്കിൽ 1954 ഈ ഒരു പുരസ്കാരം സ്ഥാപിതമാകുന്നത്. അപ്പൊ നമ്മൾ പഠിച്ചിരിക്കേണ്ടത്, പുരസ്കാരം പഠിക്കുമ്പോൾ എന്തൊക്കെ പഠിക്കണം, പുരസ്കാര തുക അറിഞ്ഞിരിക്കണം, എന്നാണ് സ്ഥാപിതമായതെന്ന് അറിഞ്ഞിരിക്കണം, എന്താണ് ഇതിന്റെ മാനദണ്ഡം എന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ ഒന്ന്, സ്ഥാപിതമായത് 1954. പുരസ്കാര തുക എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാര തുക എന്ന് പറയുന്നത്. മാനദണ്ഡം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ പ്രസിദ്ധീകരിച്ച കൃതികൾക്കായിരിക്കും ഈ ഒരു പുരസ്കാരം നൽകി വരുന്നത്. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു, 24 ഭാഷകളിലെ മികച്ച കൃതികൾക്കാണ് ഈ ഒരു പുരസ്കാരം നൽകി വരുന്നത്. ഇനി നമ്മൾ ഒട്ടും വൈകിപ്പിക്കാതെ ഡയറക്റ്റ് പോയിന്റിലേക്ക് പോവാണ്. എന്താണ്, മലയാളികളായ അവാർഡ് ജേതാക്കളെ നമുക്ക് ആദ്യം പഠിക്കാം. അതാണല്ലോ നമ്മുടെ കേസിൽ ഇമ്പോർട്ടന്റ്. അപ്പൊ എല്ലാ എക്സാമുകൾക്കും ചോദിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാ, വിട്ടുകളയാതെ പഠിക്കാം. നമുക്ക് ഇനി ഒരുപാട് അവാർഡ്സ് പഠിക്കാനുണ്ട്. പക്ഷെ ഇതിന് ഒരു മുൻതൂക്കം കൊടുത്ത് പഠിക്കേണ്ട 2 ആൾക്കാരാണ് നമ്മുടെ ഓസ്കാറും അതേപോലെ തന്നെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്സും. അപ്പൊ 1954 ഈ ഒരു അവാർഡ് സ്ഥാപിതമായെങ്കിലും 1955 മുതലാണ് കൊടുത്തു വന്നത്. അപ്പൊ 1955 ആദ്യമായിട്ട് ഈ അവാർഡ് ലഭിച്ച മലയാളി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, R നാരായണ പണിക്കർ. എന്താണ്, R നാരായണ പണിക്കർ. അദ്ദേഹത്തിന്റെ ഭാഷാ സാഹിത്യ ചരിത്രത്തിനാണ് എന്ത് ലഭിച്ചത്, ഈ അവാർഡ് ലഭിച്ചത് എന്ന് ഓർത്തിരിക്കാം. അപ്പൊ നമുക്ക് എന്താണ്, ഒരു ഓർഡറിൽ പഠിച്ചു പോകാം. അതായത് ആദ്യം 1955, പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 2023, 24, 25 അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചു പോകാം. അപ്പൊ 2023 ആർക്കാണ് ലഭിച്ചത്, EV രാമകൃഷ്ണൻ. ആർക്കാണ് ലഭിച്ചത്, EV രാമകൃഷ്ണനാണ് ലഭിക്കുന്നത്. അദ്ദേഹത്തിന്റെ മലയാള നോവലിന്റെ ദേശകാലങ്ങൾ എന്ന നിരൂപണത്തിനാണ് എപ്പോഴാണ് 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുന്നത് എന്ന് ഓർത്തിരിക്കാം. ഓക്കെ, EV രാമകൃഷ്ണൻ കേട്ടോ. ഇനി നമ്മൾ 2024 വരികയാണെങ്കിൽ 2024 K ജയകുമാറിന്റെ പിങ്കളകേശിനി എന്ന കവിതാ സമാഹാരത്തിനാണ് എന്ത് ലഭിക്കുന്നത്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുന്നത്. 2024 ആരാണ്, K ജയകുമാർ, അദ്ദേഹത്തിന്റെ പിങ്കളകേശിനി എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിന്. ഇനി നമ്മൾ കറന്റ് വരുമ്പം എന്താണ്, 2025 പുരസ്കാരം നോക്കുകയാണെങ്കിൽ N പ്രഭാകരന്റെ മായാമനുഷ്യർ എന്ന നോവലിനാണ് എന്ത് ലഭിക്കുന്നത്, 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുന്നത്. ഓക്കെ അല്ലേ? ഒന്നുകൂടെ നമുക്ക് റിവൈസ് ചെയ്യാം. ആദ്യമായിട്ട് കിട്ടുന്നത് 1955 R നാരായണ പണിക്കർക്ക് ഭാഷാ സാഹിത്യ ചരിത്രം എന്ന കൃതിക്ക്.
പിന്നെന്താ 2023 EV രാമകൃഷ്ണൻ മലയാള നോവലിന്റെ ദേശകാലങ്ങൾ എന്ന നിരൂപണത്തിന്, 2024 K ജയകുമാറിന്റെ പിങ്കള കേശിനി എന്ന കവിതാ സമാഹാരത്തിന്, 2025 N പ്രഭാകരന്റെ മായാമനുഷ്യർ എന്ന നോവലിന്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചിരിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. എന്താണ്? നമ്മുടെ സാഹിത്യ അക്കാദമി അവാർഡ് നമ്മൾ പറഞ്ഞു 24 ഭാഷകളിലാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിക്കണം? മലയാളം മാത്രം പഠിച്ചാൽ പോരാ, നമുക്ക് ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം, ഹിന്ദി അറിഞ്ഞിരിക്കണം, തമിഴ് ലാംഗ്വേജിലെയും അറിഞ്ഞിരിക്കണം. അപ്പോൾ 2025 നമ്മുടെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഇംഗ്ലീഷ് ഭാഷാ വിഭാഗത്തിൽ കിട്ടിയത് നവ് തേജ് സർണയ്ക്കാണ്. ആർക്കാണ്? നവ് തേജ് സർണയുടെ ക്രിംസൺ സ്പ്രിംഗ് എന്ന നോവലിനാണ്. ക്രിംസൺ സ്പ്രിംഗ് എന്ന നോവലിനാണ് 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുന്നത്. ഇനി 2024 ഈസ്റ്ററിൻ കിറേ എന്ന് പറയുന്ന എന്താണ് വ്യക്തിക്കാണ് സ്പിരിറ്റ് നൈറ്റ്സ് എന്ന നോവലിന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ഏത് ഭാഷ? ഇംഗ്ലീഷ് ഭാഷയിൽ ലഭിക്കുന്നത്. ഓക്കെ അല്ലെ? കിട്ടിയെന്ന് വിചാരിക്കുന്നു. 2025 ആർക്കായിരുന്നു? തേജ് സർണയുടെ ക്രിംസൺ സ്പ്രിംഗ് എന്നുള്ള നോവലിന്. ഇനി 2024 ഈസ്റ്ററിൻ കിറേ എന്ന് പറയുന്ന വ്യക്തിയുടെ സ്പിരിറ്റ് നൈറ്റ്സ് എന്ന പുസ്തകത്തിനായിരുന്നു നൊബേൽ സമ്മാനം ലഭിച്ചത്. ഇനി നമ്മൾ ഹിന്ദിയിലേക്ക് വരികയാണ്. അപ്പൊ നമ്മൾ ഇംഗ്ലീഷും ഹിന്ദിയും ഒക്കെ നോക്കുമ്പോഴത്തേക്കും റീസെന്റ് ആയിട്ടുള്ള 2 ഇയർ തൽക്കാലം പഠിച്ചാൽ മതിയാവും. അപ്പൊ 2025 ഹിന്ദി ലാംഗ്വേജില് ആർക്കാണ് ലഭിച്ചതെന്ന് നോക്കാം. മമത കാലിയ. ആർക്കാണ്? മമത കാലിയയുടെ ഒരു ഹിന്ദി ഓർമ്മക്കുറിപ്പായിരുന്നു ജീത്തെ ജി അലഹബാദ്. എന്താണ്? ജീത്തെ ജി അലഹബാദ് എന്ന ഒരു ഹിന്ദി മെമ്മോയറിനായിരുന്നു എന്ത് ലഭിച്ചത്? 2025 എന്ത് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ഹിന്ദി ലാംഗ്വേജിൽ ലഭിക്കുന്നത്. 2024 നോക്കുകയാണെങ്കിൽ ഗഗൻ ഗില്ലിന്റെ മേ ജബ് തക് ആയി ബഹാർ എന്നുള്ള ഒരു കൃതിക്കാണ്, അതായത് പോയട്രി ആയിരുന്നു എന്ന് ഓർത്ത് വെക്കുക, കവിതാ സമാഹാരമായിരുന്നു. ഓക്കെ, ഗഗൻ ഗില്ലിന്റെ മെയിൻ ജബ് തക് ആയി ബാഹർ എന്നുള്ള പോയട്രിക്കായിരുന്നു 2024 ഹിന്ദി ലാംഗ്വേജില് സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. ഇനി നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പോകുന്നത് തമിഴ് ലാംഗ്വേജ് ആണ്. അപ്പൊ നമ്മുടെ മലയാളത്തിനോട് അടുത്ത് നിൽക്കുന്ന തമിഴിനെയും നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം. അപ്പൊ 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് എസ് തമിഴ് സെൽവനാണ്. അദ്ദേഹത്തിന്റെ ഷോർട്ട് സ്റ്റോറിയായ തമിഴ് സിരുകതയിൻ തടങ്ങൾ എന്ന് പറയുന്ന ഷോർട്ട് സ്റ്റോറിക്കായിരുന്നു 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്സ് തമിഴ് ലാംഗ്വേജില് ലഭിച്ചത്. 2024 പോവാണെങ്കിലോ AR വെങ്കട്ടചലപതിക്കായിരുന്നു 2024 കേന്ദ്ര സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. ഓക്കെ, അദ്ദേഹത്തിന്റെ റിസർച്ച് അല്ലെങ്കിൽ ഹിസ്റ്ററി വിഭാഗത്തിൽ പെടുന്ന ഒരു പുസ്തകമായിരുന്നു തിരുനെൽവേലി എഴുസിയും വാവ് ഊസിയും 1908 എന്നുള്ളത്. അപ്പൊ ഈ ഒരു ഇതിന്റെ ഷോർട്ട് ഫോമിന്റെ ആ ഒരു പൂർണ്ണ രൂപം എന്ന് പറയുന്നത് VO ചിദംബരം പിള്ള എന്നുള്ളതായിരുന്നു കേട്ടോ. VO ചിദംബരം പിള്ള എന്നുള്ളതാണ് ഈ ഒരു ഷോർട്ടായിട്ട് എഴുതിയിരിക്കുന്നതിന്റെ ഒരു പൂർണ്ണ രൂപം എന്ന് പറയുന്നത്. തിരുനെൽവേലി എഴുസിയും 1908. തൽക്കാലം അങ്ങനെ പഠിച്ചു വെക്കാം. ഓക്കെ, 2025 എസ് തമിഴ് സെൽവൻ ഷോർട്ട് സ്റ്റോറി തമിഴ് സിരുകതയിൻ തടങ്ങൾ എന്ന് പറയുന്ന ഷോർട്ട് സ്റ്റോറിക്കും, 2024 AR വെങ്കട്ടചലപതിക്ക് റിസർച്ച് അല്ലെങ്കിൽ ഹിസ്റ്ററി വിഭാഗത്തില് തിരുനെൽവേലി എഴുസിയും 1908 എന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പറഞ്ഞിരിക്കേണ്ടത് 2025 N പ്രഭാകരന്റെ മായാമനുഷ്യർ എന്ന നോവലിനാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചതെന്ന് മറക്കാതിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമുക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് എന്ന ഒരു ഏരിയയിൽ പഠിക്കാനുള്ളത്. അപ്പൊ ഏകദേശം ആ ഒരു അവാർഡിന്റെ എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ കൂടുതൽ കാര്യങ്ങൾക്കും കൂടുതൽ നോട്ട്സിനുമായിട്ട് ടെലഗ്രാം ചാനൽ KS മെൻഡർ ടെലഗ്രാം ചാനൽ ഫോളോ ചെയ്യുക. അതേപോലെ തന്നെ KS മെൻഡറിന്റെ ഡിസ്കഷൻ ഗ്രൂപ്പായ പ്രാക്ടീസ് വിത്ത് മെൻഡറിലായിരിക്കും നമ്മൾ സ്റ്റഡി പ്ലാനിന്റെ PYQസും എക്സ്പ്ലനേഷനും ഒക്കെ ഇടുന്നത്. അപ്പൊ എന്തായാലും എല്ലാവരും തന്നെ ജോയിൻ ചെയ്യുക. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു.